രാത്രി അഭിഷേകും ഋഷിയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവിടെ അഭിഷേകിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഋഷിക്ക് താല്പര്യമില്ല പണപ്പെട്ടി എടുക്കാൻ എന്നുള്ളൊരു കാര്യം. ഋഷിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. വീട് ഒരു സ്വപ്നമാണ്. ഇപ്പോഴും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വീട് ഇനിയും ഉണ്ടായേ പറ്റൂ. ഇനിയും വാടക വീട്ടിൽ താമസിക്കാൻ വയ്യ. വീട് എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം വീട് എന്നുള്ളത് ഋഷി അവിടെ പലതവണ അഭിഷേകിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അഭിഷേക് ഋഷിയെ ഉപദേശിച്ചിരിക്കുന്നത് പണപ്പെട്ടി എടുക്കുക എന്നുള്ളൊരു കാര്യത്തിനാണ്. പക്ഷേ ഋഷി അവിടെ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത്, എനിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട്, ഞാൻ തന്നെ വിൻ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് പണപ്പെട്ടി എടുക്കാനായിട്ട് താല്പര്യമില്ല, ഞാൻ പണപ്പെട്ടി എടുക്കില്ല, ഞാനിത് വിൻ ചെയ്യും, ഞാൻ തന്നെ കപ്പെടുക്കും എന്നൊരു കാര്യമാണ് ഋഷി അവിടെ മറുപടിയായിട്ട് പറഞ്ഞത്. പക്ഷേ ഇവിടെ അഭിഷേകിന് ഒരു ട്വിസ്റ്റ് നടത്താൻ താല്പര്യമുണ്ട്. എന്തായാലും ട്വിസ്റ്റ് എന്നല്ല, അത് അഭിഷേകിന്റെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ബുദ്ധിയാണ്. അവിടെ ഋഷിയെ കൊണ്ട് പണപ്പെട്ടി എടുപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് അവിടെ അഭിഷേകിനുള്ളത്. കാരണം അവിടെ ഋഷി പുറത്തു പോവേണ്ടത് അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു വോട്ടിന്റെ കാര്യത്തിൽ പ്രയോജനം നൽകുന്ന ഒരു കാര്യമാണ്. അവിടെ ഋഷി പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഋഷിയുടെ ഫാൻസ്, അൻസിബയുടെ ഫാൻസ് എല്ലാവരും അവിടെ വോട്ട് ചെയ്യുന്നത് അഭിഷേകിനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഋഷിയെ പുറത്താക്കുക എന്നുള്ളത് അഭിഷേകിന് ഏറ്റവും ആവശ്യമായുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ പരമാവധി ഋഷിയെ കൊണ്ട് പണപ്പെട്ടി ഇടിപ്പിക്കാനായിട്ട് അവിടെ അഭിഷേക് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പിന്നെ ഋഷി വിജയിക്കില്ല എന്നൊരു കാര്യം അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് അഭിഷേക്. പക്ഷേ ഋഷിയുടെ അടുത്തത് മുഖത്ത് നോക്കി പറയാനായിട്ട് അഭിഷേകിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ അഭിഷേക് പറയുന്നത്, നിനക്ക് അത്രയും പണത്തിന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നീ ആ പണപ്പെട്ടി കൊണ്ട് പോകുന്നതാണ് നല്ലത്, നീ റിസ്ക് എടുക്കണ്ട എന്നൊരു കാര്യം അവിടെ അഭിഷേക് പറയുന്നുണ്ട് ഋഷിയുടെ അടുത്ത്. നീ അങ്ങനെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, കപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്നതൊക്കെ പോകും, കയ്യിലിരിക്കുന്നതും കിട്ടില്ല, ഈ പണപ്പെട്ടിയും കിട്ടില്ല. അതുകൊണ്ട് പണത്തിന് ആവശ്യമുള്ളവർ ആ പണപ്പെട്ടി എടുക്കുന്നതല്ലേ നല്ലത് എന്ന് ഋഷിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഋഷിക്ക് താല്പര്യമില്ല എന്നൊരു മറുപടിയാണ് ഋഷി അവിടെ പറയുന്നത് പണപ്പെട്ടിക്ക്. പക്ഷേ ഋഷിയെ പരമാവധി മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് അഭിഷേക് അവിടെ ശ്രമിക്കുന്നുണ്ട്. അവിടെ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഋഷി പുറത്തു പോകണം എന്നൊരു കാര്യം തന്നെയാണ് അഭിഷേക് അവിടെ ആഗ്രഹിക്കുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഭിഷേകിനെ വോട്ട് കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പണത്തിന് എന്തായാലും ആവശ്യമുണ്ടെന്ന് അവിടെ ഋഷി പറഞ്ഞു കഴിഞ്ഞു. ഋഷി വിജയിക്കില്ല എന്നുള്ളൊരു കാര്യവും അഭിഷേകിന് അറിയാം. അപ്പോൾ പണപ്പെട്ടിയും കൊണ്ടാവാൻ പോട്ടെ, എന്തായാലും അതാണ് അവിടെ അഭിഷേകിന് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഋഷിയെ കൊണ്ട് പണപ്പെട്ടി എടുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അഭിഷേക്.